ഇന്നൊരു എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളിലെടുക്കാം. അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം കേട്ടോ. എല്ലാം കുറച്ച് നമ്മളൊരു 2 ടീസ്പൂൺ എന്നൊക്കെ പറയില്ല, അതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ കുറച്ച് ഉള്ളി, ഒരു 2 ടീസ്പൂൺ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂണ് തക്കാളി ചേർത്ത് കൊടുക്കുക. എല്ലാം ചെറിയ പീസായിട്ട് ചേർത്ത് കൊടുക്കണേ. പിന്നെ ക്യാപ്സിക്കോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കാബേജും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് മാത്രം ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും അതുപോലെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പോളം മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം മിക്സാക്കി കൊടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് മെൽട്ടാക്കിയിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മുട്ടക്കുട്ടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഒന്നങ്ങ് ചുറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഒരു ബ്രെഡ് ഇതുപോലെ ഒന്നങ്ങ് ഇതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്നങ്ങ് വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ വേറൊരു സ്ലൈസ് ബ്രെഡും കൂടെ എടുക്കുന്നുണ്ട്. അത് ഈ ഒരു വശത്തും കൂടെ ഒന്നങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കണേ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് കുക്കായി വരുന്ന സമയത്ത് ഇങ്ങനെ ഇളകി വരും. അപ്പം നമുക്കിതൊന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് കുക്കായി വരുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ആ ഒരു 2 സൈഡിലുള്ള ആ ബാലൻസ് വരുന്നുണ്ടല്ലോ, ആ ഒരു ഭാഗം ഒന്നങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ആ ഒരു ബ്രെഡിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് ഒന്നങ്ങ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് അമർത്തി കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് മറ്റേ വശവും കൂടെ ഇതുപോലെ ഒന്നങ്ങ് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മൊസറല്ല ചീസിൻ്റെ ആ ഒരു ഫില്ലിംഗ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് വെജിറ്റബിൾസ് ഒക്കെ എടുക്കട്ടെ. ഇതുപോലെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കെച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ഭാഗത്ത് നിന്ന് ആ ഒരു ബ്രെഡ് ഉണ്ടല്ലോ, അതായത് ചീസ് വെച്ച് കൊടുക്കാത്ത ആ ഒരു ഭാഗത്ത് നിന്നുള്ള ബ്രെഡ് ഇതുപോലെ ഒന്നങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് അമർത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചെറിയ തീയിൽ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്ന സമയം കൊണ്ട് തന്നെ ഈ ഒരു സാൻഡ്വിച്ച് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്